ഹലോ എവ്രി വൺ. സോ ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ് കേട്ടോ. സോ യൂഷ്വലി ഞാൻ എൻ്റെ ഓഫ് ഡേയ്സ് ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല. എന്ത് ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും ഞാൻ പ്ലാൻ ചെയ്യാറില്ല. എന്താണോ ആ ഒഴുക്കിനനുസരിച്ച് ഇങ്ങ് പോവാ. പക്ഷെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. കാരണം നമുക്ക് എന്താ പറയുക, ഇവിടെ കാനഡയാണ്. ഇവിടെ ഇപ്പം നമുക്ക് നമ്മുടെ ഫാമിലി അടുത്തില്ല. നമ്മുടെ വീട്ടിലിപ്പോൾ ആണെങ്കിൽ മമ്മി ഉണ്ടാക്കി തരും ഫുഡ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ. പക്ഷെ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് ഉണ്ടാക്കി പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, മീൽ പ്രിപ്പ് ഒക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യുന്നല്ലാണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല. ചിലപ്പോൾ വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്, യൂട്യൂബ് വീഡിയോസോ. ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യൂട്യൂബ് വീഡിയോസ്. അപ്പം യൂട്യൂബ് വീഡിയോസ് എടുക്കണമെന്ന് ചിലപ്പോൾ പ്ലാൻ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും റീൽസോ അതൊക്കെ. അതല്ലാണ്ട് ഒരു പ്ലാനിങ് ഒന്നും ഇല്ല. ഇന്നത് ചെയ്യണം, ഇന്ന അടുത്ത് പോകണം, അല്ലെങ്കിൽ സെൽഫ് കെയർ അത് ചെയ്യണം എന്നൊന്നും ഒരു പ്ലാനും ഇല്ല കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും സെൽഫ് കെയർ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു നിർബന്ധത്തിലാണ്. കാരണം ഞാൻ കുറേ നാളായി ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട്. ഐ തിങ്ക് ഇറ്റ്സ് ബീൻ ലൈക്ക് 2 or 3 months. സോ കുറേ ആയി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് ചെയ്തേ പറ്റുള്ളൂ. അപ്പം എന്താ പറയുക, പിന്നെ എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്സ്പെഷ്യലി സ്കിന്നിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറത്ത് എന്തിട്ടാലും അത്ര എഫക്റ്റീവ് അല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് കംപ്ലീറ്റ്ലി മൈ ഒപ്പീനിയൻ ആട്ടോ. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ, എന്താ നമ്മൾ വീട്ടിലാകുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന ഒരു സാധനമൊക്കെ വെച്ചിട്ട് നമ്മളൊക്കെ ചെയ്യും. പക്ഷെ അതിനൊന്നും ഒരു ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ. കൂടിപ്പോയാൽ ലൈക്ക് ഇറ്റ് ലാസ്റ്റ് ഫോർ 1 day അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഫ്യൂ hours അത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഗ്ലോ വരിക, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ട്, ഇപ്പം നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വൈകിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് വലിയ എഫക്റ്റ് എന്നുള്ളതായിട്ട് എനിക്ക് യൂഷ്വലി ഫീൽ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പം വലിയ എന്താ പറയാ എഫേർട്ട് എടുത്തിട്ടൊന്നും ചെയ്യാത്തത്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് കുറേ നാളായല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട. പിന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡാമേജ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം നമ്മളൊന്ന് വൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതങ്ങ് ആ ഒഴുക്കിനനുസരിച്ച് പോകുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ ഹെയറും അതുപോലെ തന്നെ സ്കിന്നും ഒന്ന് എന്താ പറയുക റിഫ്രഷ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഫ്ലാക്സീഡ് ആണ്. എനിക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അത്. പിന്നെ എന്താ പറയുക, ഫ്ലാക്സീഡ് മാത്രമല്ല, അതിൽ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നമ്മൾ ആ വെള്ളത്തിലിട്ട് തിളപ്പിച്ചൊരു ജെല്ലാക്കുക. അത് എന്താ ഹെയറിലും സ്കിന്നിലും ഒരേപോലെ അപ്ലൈ ചെയ്യുക. രണ്ടിലും ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ള സാധനം കേട്ടോ ഫ്ലാക്സീഡ്. സോ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇപ്പോൾ വിചാരിച്ചു എന്താ കുറച്ചൊന്ന് വീഡിയോയും എടുക്കാം. അതേ സമയം നമ്മൾ എന്തായാലും ഇത് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ഓർ 2 ടീസ്പൂൺ നമുക്ക് ഉലുവ ഇടാം കേട്ടോ. അതും ഹെയറിന് നല്ലതാണ്. പിന്നെ ഇതിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ ഇതിൻ്റെ അളവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തൊക്കെ അനുസരിച്ച് മാറും. നിങ്ങൾക്ക് കൂടുതൽ എനിക്ക് ഒരു മീഡിയം ലെങ്ത്താണ് എൻ്റെ ഹെയർ. അപ്പോൾ എനിക്ക് ഇതൊക്കെ മതിയാവും. അതെല്ലാം നിങ്ങൾക്ക് ഇനി ലെങ്തി ഹെയർ ആണെങ്കിൽ കൂടുതൽ ഫ്ലാക്സീഡ് ചേർക്കാവുന്നതേ ഉള്ളൂ. സോ അധികം നേരം ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ. ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആവാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ചൂടുണ്ടാവും, ചൂടോടുകൂടി തന്നെ നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് അത് അരിച്ചെടുത്ത ശേഷം കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് ജെല്ലി ടൈപ്പായിട്ട് വരും. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് കൂൾ ഡൗൺ ആയ ശേഷം മാത്രമേ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ. ഞാനിവിടെ ഒരു ക്രീം പിക്ചറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എടുക്കാനും ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലൊക്കെ ഈസി ആയിരിക്കും. പുറത്തൊന്നും പോകത്തില്ല, കുറച്ചുകൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റം ഫ്ലാക്സീഡ് ജെൽ റെഡി ആയിട്ടുണ്ട്. സോ ഇതാണ് ഞാനിന്ന് എൻ്റെ ഹെയറിനും സ്കിന്നിനും വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കോമ്പാണ്. നല്ല ഇടയിൽ നല്ല സ്പേസ് ഉള്ള നല്ലൊരു കോമ്പ് എടുക്കുക. ഹെയർ എടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ വാഷ് ചെയ്തിട്ടുള്ളൂ, ഷാമ്പൂ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും ഷാമ്പൂ വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, പക്ഷെ എനിക്ക് അതിനുള്ള ടൈം ഉണ്ടായില്ല. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് 2 പാർട്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ പിന്നീട് നമ്മൾ ജെൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഓക്കെ, ഓൾറൈറ്റ്, you can see my scalp is really oily. Okay, just പാർട്ടാക്കുക. Alright. Okay. Alright. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കുറേശ്ശെ ചെറിയ ചെറിയ പാർട്ടാക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മൊത്തത്തിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഞാൻ ഇവിടെ
എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ എളുപ്പം അങ്ങോട്ട് മൊത്തത്തിൽ ചെയ്യുന്നത്, അതാകുമ്പം ഒത്തിരി സമയം എടുക്കൂല. സോ കുറച്ച് ജെല്ല് എടുക്കുക. ഇതൊന്ന് നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് എന്താ പറയുക കൂൾ ഡൗൺ ചെയ്തിട്ട് വേണം കേട്ടോ സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കാൽപ്പ് പൊള്ളി പോവും. സോ ഇത് നല്ല ജെല്ലായതുകൊണ്ടുണ്ടല്ലോ കുറേശ്ശെ എടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കിത് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ ഫ്ലാക്സീഡിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. റിച്ച് ഇൻ omega-3 ഫാറ്റി ആസിഡ്സ് ആണ്, അതുപോലെ റിച്ച് ഇൻ വൈറ്റമിൻ ഇ, ആൻഡ് ഇറ്റ് ഹൈഡ്രേറ്റ്സ് യുവർ സ്കാൽപ്പ്, യുവർ ഹെയർ. സോ ഒത്തിരി ബെനിഫിറ്റ്സ് ഫ്ലാക്സീഡിനുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സും ഇതിനുണ്ട്. കണ്ടോ, ഇതിൻ്റെ പ്രശ്നം ഇതാണ്, കുറേ കയ്യിലും മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ കുറേ നമ്മൾ പുറത്തായി പോകും. പിന്നെ കറക്റ്റായിട്ട് ഉള്ളിൽ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഞാൻ പൊതുവേ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം സ്കിൻ കെയർ ഹെയർ കെയർ ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്നിക്കൊക്കെ ചിലപ്പം അത്ര ശരിയാകണമെന്നില്ല. പക്ഷെ ഇതെൻ്റെ ദിസ് ഇസ് മൈ കൈൻഡ് ഓഫ് സ്കിൻ കെയർ ആൻഡ് ഞാൻ അത്ര ഈ കാര്യത്തിൽ പ്രൊഫഷണൽ അല്ല. ഭയങ്കര ജെല്ലിയാണ്. ഓ സോ ഗുഡ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എൻ്റെ മുടിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് വെക്കണ്ട. ഓക്കെ, ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കാം. ഡിപ്പെൻസ്, നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് അത്രയും യൂസ് ചെയ്യാം കേട്ടോ. എത്ര യൂസ് ചെയ്താലും കുഴപ്പമില്ല, നന്നായിട്ട് ഹെയറിനെ ഹൈഡ്രേറ്റ് ചെയ്യും. സ്കാൽപ്പിനും ഒക്കെ നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്കാൽപ്പിനൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് ഉണ്ടോ. ഇനി ബാക്കിയുള്ള സാധനം ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം നന്നായിട്ടൊന്ന് ഹെയറിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിൻ്റെ ഹെയറിലേക്ക് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹെയർ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്കിന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒന്നും കൂടെ സ്കിൻ വാഷ് ചെയ്യണം, കാരണം ഹെയറിൽ കുറേ തൊട്ട് കളിച്ചതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്ലൻസിങ് ചെയ്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ക്ലൻസിങ് ചെയ്തിട്ട് അത് വരാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ജസ്റ്റ് മുഖം ഒന്നും കൂടെ ഒന്ന് ക്ലെൻസ് ചെയ്തു. ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് പറ്റില്ലെന്ന്. ഓക്കെ, സോ അങ്ങനെ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജെൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അഗെയിൻ കുറച്ചെടുക്കുക, അധികം ഒന്നും വേണ്ട. അത് ഇറ്റ്സ് ഡിപ്പെൻസ്, നിങ്ങൾക്ക് നന്നായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ ഇത് നല്ല ജെല്ലി കൺസിസ്റ്റൻസി ആയിരിക്കണം. നമ്മൾ ഇത് പുറത്തിരിക്കും തോറും കുറേ ഇങ്ങനെ ജെല്ലായി വരും. അപ്പം നല്ലതാണ്. ഇതാകുമ്പോൾ മുഖത്ത് ഇങ്ങനെ ഒളിച്ചു പോലാണ്ടോ, നല്ല ഭയങ്കര സുഖമാണ് ഇത് അപ്ലൈ ചെയ്യാൻ. നല്ല സുഖം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും, അടിപൊളിയാണ്. വളരെ കുറച്ച് മതി തോന്നുന്നു. എന്തായാലും ഇത് കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും കൈയിടാൻ പോവാം. ഇനി നിങ്ങൾക്കിത് വെക്കണം എന്നുണ്ടെങ്കിൽ കൈ ഇടുകയേ ചെയ്യരുത്. അതുപോലെ സ്പൂൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് അതിൽ ടച്ച് ചെയ്യാണ്ട് നമ്മൾ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എടുക്കാം. നല്ല രസമുണ്ട്, നല്ല ജെല്ലി. ഓ ഇതുകൊണ്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല രസമാണ് ഗൈസ്. അഗെയിൻ ബാക്കിയുള്ള ഉണ്ടോ
മേൽ ഫുള്ളായിട്ടുണ്ട് ഇപ്പം എൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ. ഇത് ഇനി ഒരു 20 മിനിറ്റ് കൂടുതൽ വെക്കണം എന്നൊന്നുമില്ല. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുഖവും നമ്മുടെ ഹെയറും നന്നായിട്ട് വാഷ് ചെയ്യാം. ഈ ജെല്ലിൽ കുളിക്കാന്നൊക്കെ പറയേ, അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ഞാനിങ്ങനെ ജെല്ലിൽ കുളിച്ചുകൊണ്ടിരിക്കുക. നല്ല സുഖമുണ്ട് കേട്ടോ. കാരണം ഈ ജെല്ല് ഭയങ്കര കൂളല്ല, എടുക്കുന്ന സമയത്ത് അങ്ങനെ കൂളല്ല കേട്ടോ. ഒരു ചെറിയൊരു വാംത്തുണ്ട്, ഒരു വാം ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. പക്ഷേ വൺസ് നമ്മളത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ബട്ട് നോട്ട് സോ കോൾഡ് ഓർ സംതിങ്, ബട്ട് ഇറ്റ്സ് സോ കൂൾ. ഇറ്റ്സ് സോ കൂൾ. ഒന്നും കൂടെ മുടിയിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. എന്തായാലും കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അങ്ങോട്ട് തീർക്കാം. ഓക്കെ, ഇത് കളിക്കുമ്പോൾ ഈ ജെല്ലെടുത്ത് കളിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണത്. നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ അവിടെ മുഴുവനും ആവും. ഓൾമോസ്റ്റ് ഇത് മൊത്തം ഈ വീട് ക്ലീൻ ആക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് ഇപ്പം. ഇങ്ങനെ ജെല്ലി കുളിച്ച ഞാൻ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം എന്തൊരു ജെൽ, okay, even if you want a gel massage, you can make this one. Why not? It's good for your skin. Yeah. ഇപ്പം സ്കിന്നിൻ്റെ കാര്യത്തിലായാലും ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻഡ് ദെൻ ഹൈഡ്രേറ്റ് ചെയ്യും. ഭയങ്കര ഡീപ്പ് ഹൈഡ്രേഷൻ തരുന്ന ഒരു സംഭവമാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ യുവർ സ്കിൻ, ആൻഡ് നല്ലൊരു പ്ലംപി എഫക്റ്റ് വരും ആഫ്റ്റർ യു. സോ ഇത് ഡ്രൈ ആയി കഴിഞ്ഞ് നമ്മളിത് റിമൂവ് ചെയ്യുന്ന സമയത്താണ് നല്ലൊരു പ്ലംപി എഫക്റ്റ് വരും. പിന്നെ ആൻഡ് ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് ഫുൾ ബോഡി വരെ അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അടിപൊളി സാധനം. ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്സും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഹെയറും വാഷ് ചെയ്ത് കുളിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, സോ ഫൈനലി നല്ല നീണ്ട കൂടിയൊക്കെ കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് മൈ സ്കിൻ ആൻഡ് ഹെയർ റൈറ്റ് നൗ, ആൻഡ് ഐ എം സോ ഹാപ്പി. സോ യു ക്യാൻ സീ സോ സ്മൂത്ത്, നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. യൂഷ്വലി എൻ്റെ ഹെയർ അറ്റത്തോട്ട് ഭയങ്കര ഡ്രൈയും സ്കാൽപ്പ് ഭയങ്കര ഓയിലിയാണ്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് ഈ ഫ്ലാക്സ് ജെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഈവൻ ആയിട്ട് തോന്നും. നല്ല സ്മൂത്ത്, ഈവൻ നമ്മുടെ സ്കാൽപ്പ് ആയാലും ഹെയർ ആയാലും നല്ല സ്മൂത്ത് ആയിട്ട് വരും. നല്ല ഡീപ്പ് ക്ലൻസിങ്ങും കൂടെയാണ് കേട്ടോ. So, and this is my hair right now. Okay, and I'm so happy, and my face too. എനിക്ക് യൂഷ്വലി ഭയങ്കര ഡ്രൈ സ്കിന്നാണുള്ളത്, ബട്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കുറച്ച് പ്ലംബി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി വിത്ത് ദിസ് റിസൾട്ട്. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. Bye.